വെഞ്ഞാറമൂട് നിന്ന് PS വിനയ തത്സമയം ചേരുകയാണ്. വിനയ, അഫാൻ ലഹരി ഉപയോഗിച്ചതായും റിപ്പോർട്ടുണ്ട്. എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? അഫാന്റെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോലീസ് സംഘം പരിശോധന കഴിഞ്ഞ് ഫോറൻസിക് സംഘം ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. നേരത്തെ IG-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത്. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ടൊരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പോലീസ് വീട്ടിൽ പരിശോധന നടത്തിയത്. കാരണം ഇയാള് ഏത് രീതിയിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ കേസിൽ ഏറ്റവും കൂടുതലായി പോലീസിന് വേണ്ടത് ശാസ്ത്രീയമായ തെളിവുകളാണ്. കാരണം അഫാന്റെ മൊഴി പലതരത്തിൽ പരസ്പര വിരുദ്ധമാണ്. ഈ സാമ്പത്തിക ബാധ്യത കാരണമാണ് ഈ കൊലപാതകമെല്ലാം നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് അഫാൻ ആവർത്തിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു വലിയൊരു ക്രൂരകൃത്യം നടത്താനായി സാമ്പത്തിക ബാധ്യത മാത്രമാണോ കാരണം, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. IG നേരത്തെ പുറത്തേക്കിറങ്ങിയപ്പോൾ പറഞ്ഞത് നിലവിൽ അഫാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കുറ്റകൃത്യമെല്ലാം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. മറ്റാരും തന്നെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല. അയാൾ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് സൗത്ത് സോൺ IG ശ്യാം സുന്ദർ പറഞ്ഞത്. മറ്റൊന്നും തന്നെ വിട്ടുപറയാൻ അദ്ദേഹം തയ്യാറായില്ല. അല്പസമയം മുമ്പ് ഫോറൻസിക് സംഘം ഇവിടെ നിന്നും മടങ്ങി. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, പോലീസിന്റെ ഒരു സംഘം നിലവിൽ ഇപ്പോഴും അകത്തുണ്ട്, പരിശോധനകൾ നടത്തുന്നുണ്ട്. പോലീസിന്റെ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെയുള്ള സംഘമാണ് അകത്തുള്ളത്. അവർ അവിടെ പരിശോധനകൾ എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ വീണ്ടും ചോദ്യം ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ അഫാന്റെ അമ്മയായ ഷെമിയുടെ ബന്ധു, മാമൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഷറഫുദ്ദീനുമായി സംസാരിച്ചിരുന്നു. അയാൾ പറഞ്ഞത് ആശുപത്രിയിൽ പോയി ഷെമിയെ കണ്ടു, ഷെമി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. 13 സ്റ്റിച്ചാണ് ഷെമിയുടെ തലയിലുള്ളത്. ഇളയ മകൻ എവിടെ എന്നുള്ള കാര്യമാണ് ഷെമി അദ്ദേഹത്തോട് അന്വേഷിച്ചത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല. ഇളയ മകനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഷെമിയെ കാണിക്കണം എന്നുള്ളൊരാവശ്യം അവര് പറഞ്ഞു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഈ അഫാനുമായി നേരത്തെ തന്നെ നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അക്രമവാസനകൾ അഫാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതായി അറിയില്ല. ഷെമിയുമായി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഷറഫുദ്ദീൻ സഹകരിച്ചിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ സമയത്തൊന്നും തന്നെ അഫാനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചോ പറഞ്ഞിരുന്നില്ല എന്നും ഈ ഷറഫുദ്ദീൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദേശത്തുള്ള ഇവരുടെ പിതാവ് എല്ലാ സാമ്പത്തിക സഹായങ്ങളും കുടുംബത്തിന് നൽകിയിരുന്നു എന്നാണ് ഷറഫുദ്ദീൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ബാധ്യത, സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ട് എന്ന് ഈ അഫാൻ പറയുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള നിലപാടിലാണ് പോലീസ് തുടരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുന്നത്.